മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ച ചർച്ചയ്ക്കെതിരെ മെയ്തൈ സംഘടനയായ കോക്കോമി ചർച്ച കപടമെന്നും സമാധാന ചർച്ചകളെ രാഷ്ട്രീയമാക്കുന്നുവെന്നും സംഘടന വിമർശിച്ചു. വിനീത വി ജി വിശദാംശങ്ങളുമായി. വിനീത, ഏത് സാഹചര്യത്തിലാണ് സംഘടനയുടെ ഇങ്ങനെയൊരു നിലപാട്? അവർ ഈ സമാധാന ചർച്ചകളിൽ നിന്നൊക്കെ പിന്മാറിയോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മണിപ്പൂരിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ഇരു സംഘടനകളുമായി ഇന്നലെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൂടി നേതൃത്വത്തിലായിരുന്നു ആ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെയും സമാന രീതിയിൽ ഇരു സംഘടനകളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇന്നലെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഇരു സംഘടനകളുടെയും നേതാക്കളുമായി ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തിയിരുന്നത്. ഇപ്പോൾ മെയ്തൈ സംഘടനയുടെ കോക്കോമി വിഭാഗമാണ്, കോക്കോമി എന്ന സംഘടനയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇത്തരം നടപടികൾ, ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്ന പേരിൽ ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നത് അത് കപടമാണെന്നും ഈ സമാധാന നീക്കങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഈ ചർച്ചകൾക്ക് പിന്നിലെന്നുമാണ് ഈ മെയ്തൈ വിഭാഗം സംഘടനയായ കോക്കോമിയുടെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. അല്ലാതെ ഇരു വിഭാഗങ്ങളെയും ഇങ്ങനെ ഒന്നിച്ച് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തുന്നു, പിന്നീട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഈ കേന്ദ്രം ഒരു രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ കാണുന്നതെന്ന് കൂടിയാണ് സംഘടന വിമർശിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇരു സംഘടനകളുമായി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഒക്കെ വേണ്ടിയായിരുന്നു ഇന്നലെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആ ചർച്ച പക്ഷേ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ പിരിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ഇരു സംഘടനകളുമായി ചർച്ച നടത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. അനുജ, മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ച ചർച്ചയ്ക്കെതിരെയാണ് മെയ്തൈ സംഘടന കോക്കോമി രംഗത്തെത്തിയത്. കപടമാണ് ഈ ചർച്ച, സമാധാന ചർച്ചകളെ രാഷ്ട്രീയമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വിമർശനം.